ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മളെ അനിയൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പം അവൻ മാസത്തിൽ പോയിട്ടാണുള്ളത്. അപ്പം നമുക്ക് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അവിടെ ഫുൾ ചമിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടാകുമ്പോൾ കേക്ക് മുറിക്കാം, സർപ്രൈസ് അവന് കൊടുക്കാം. അപ്പം അവൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം എല്ലാവരും വാട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ അജ്നാസ് അലിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം എല്ലാ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ബലൂൺസും കേക്ക് കട്ടിംഗ് ആണ് ഫസ്റ്റ് നടത്തുന്നത്. അപ്പം അതിന് വേണ്ട കർട്ടനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാങ്ങിയ ബലൂണും ഫോയിൽ പേപ്പറും ബർത്ത്ഡേ ബർണറും എല്ലാം എടുത്തു നോക്കിയാണ്. അതിൽ സ്റ്റാറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാമാണ്. അപ്പം നമ്മൾ ആദ്യം ബലൂണാണ് ഊതി വീർപ്പിക്കുന്നത്. അതിൽ തന്നെ ഊതുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഊതി വീർപ്പിക്കുന്നത്. എയർ പമ്പാണ്. നമ്മൾ ബ്ലാക്ക്, ഗോൾഡ്, വൈറ്റ് തീമിലാണ് നമ്മൾ ബലൂണെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഗോൾഡ് തീമിലാണ് ബർണറെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എയർ പമ്പിനോട് ബലൂണെല്ലാം വീർപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് ബലൂണെല്ലാം വീർപ്പിക്കുകയാണ് കേട്ടോ. ബലൂണെല്ലാം ഏകദേശം കുറേ ബലൂണെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചെല്ലാം നമ്മൾ ഊതി വീർപ്പിച്ചിട്ടുണ്ട്. മേശയിലും താഴെല്ലായിട്ട് കുറച്ചെല്ലാം ഉണ്ട്. പിന്നെ അതിലും ഊതി വീർപ്പിക്കുകയാണ്. ഫൈനലി നമ്മളെ ബലൂണെല്ലാം ഊതി വീർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ബലൂണ്. ഇനി ബലൂണിൻ്റെ പരിപാടി നേർത്ത് കെട്ടാനുള്ള പരിപാടിയാണ്. അതിന് ശേഷം നമ്മൾ മേശയിൽ നമുക്ക് ഒരു തുണി പിരിച്ചെടുക്കുകയാണ്. കേക്ക് മുറിക്കുമ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് തുണി പിരിച്ചെടുക്കുകയാണ്, നല്ല ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ബർണർ നമ്മൾ സെറ്റാക്കി കൊടുക്കുകയാണ്. വള്ളിയിൽ കോർത്ത് കൊടുക്കുകയാണ്. ഹാപ്പി ഓരോരോ അക്ഷരമായിട്ടുള്ള HAPPYBI അങ്ങനത്തെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ലെറ്റേഴ്സ് നമ്മൾ കോർത്ത് കൊടുത്തു. പിന്നെ അതിൽ വന്ന ഗോൾഡ് ഫോയിൻ കർട്ടനാണ്. അത് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ചെറിയ പോലത്തെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം സാധാ രീതിയിലുള്ളതാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ബലൂണ് ഒരു ഇല കെട്ടി കോർക്കുകയാണ് കേട്ടോ. നമ്മളെ ബലൂണിൻ്റെ ആർച്ച് ടാപ്പ് കാണിട്ട് കിട്ടും. അതിലാണ് നമ്മൾ കോർക്കുന്നുള്ളത് ബലൂണെല്ലാം സെറ്റ് ചെയ്യാൻ. അങ്ങനെ എല്ലാം നമ്മൾ ബലൂണെല്ലാം ആർച്ച് ടാപ്പിൽ കോർത്ത് ഇതാക്കിയിട്ടാണുള്ളത്. കോർത്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കോർക്കാനുള്ളൂ. അപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കോർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് നമ്മളെ ആർച്ച് ടാപ്പ് ഫ്ലെക്സിബിളാണ്. ബലൂണ് എങ്ങനെ വേണം വെക്കാം. അപ്പം നമ്മൾ ഒരുപാട് കാണാതെ ഒരു ടൈപ്പ് ഡിസൈനിലാണ് വെക്കുന്നത് കേട്ടോ ബലൂണ്. അപ്പോൾ ഇത്രയാണ് വലിയ ബലൂണാണ് കെട്ടിയിട്ടുള്ളത്, നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് നോക്കിയ ഫോയിൽ പേപ്പറെല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അവിടെ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അവിടെ സെറ്റാക്കുകയാണ്. വൈറ്റ് കർട്ടനാണ് ഇട്ടിട്ടുള്ളത്. അപ്പം വൈറ്റിലേക്ക് നല്ല ഗോൾഡ് ഫോയിൽ നല്ല ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക്, ഗോൾഡ് തീം ആൻഡ് വൈറ്റ് തീം എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഹാപ്പി എഴുതിയ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബർത്ത്ഡേ അതിൽ കോർത്തിട്ട് അതും അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ടാപ്പ് വെച്ചിട്ട്. പിന്നെ ആ സൈഡ് തന്നെ ഒരു ബെളി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെളുത്തല്ല, ഒരു വെണ്ണൂറ് കളർ ബലൂണ് ബെളിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു 4-5 ബലൂണ്, നല്ല പാമ്പ് ബലൂണ് പറഞ്ഞത് നമുക്ക് ഊതിയിട്ട് അത്ര പാങ്ങില്ല. അതുകൊണ്ട് ഞാൻ സൈഡ് ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് 4-5 അവിടെ തൂക്കി വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബർണർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബലൂണാണ് സെറ്റ് ചെയ്യേണ്ടത്. ബലൂണ് നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാൻ കുറേ പാടുപെടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്നിട്ട് കേട്ടോ നമുക്ക് പ്ലാസ്റ്ററിലൊന്നും. അങ്ങനെ ലാസ്റ്റ് എങ്ങനെയെല്ലാം സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. സെറ്റായിട്ട് എങ്ങനെയെല്ലാം ഫോട്ടോ വീഡിയോ എല്ലാം കിട്ടിയ ശേഷം അത് ബലൂണെല്ലാം വീണില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എങ്ങനെയെല്ലാം ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം നേരെയായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ താഴേക്ക് വീണു. പിന്നെ അതിനെ ഒട്ടിച്ച് കൊടുത്തിട്ടാണ് ഇപ്പം നിന്നിട്ടുണ്ടായിരുന്നത്.
ഇതാണ് നമ്മൾ കേക്ക് വാങ്ങിയത്. ഞാൻ കേക്കിൻ്റെ കവറാണ്. അപ്പോൾ കവർ പൊടിക്കുകയാണ് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ പൊടിച്ചിട്ടോ അതിൽ ഹാപ്പി ബർത്ത്ഡേ അജ്നാസ് അലി അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിച്ച കേക്ക് പോലെ തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചോക്കോ ചിപ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേഷനെല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു കേക്കെല്ലാം നോക്കുമ്പോൾ. അപ്പം ഇതാണ് അവസാനത്തെ ഫൈനൽ ലോക്ക് നമ്മളെ ബർത്ത്ഡേ ഡെക്കറേഷൻ. അങ്ങനെ നമ്മളെ കേക്കും അവിടെ വെച്ചു, മിഠായും വെച്ചു, പിന്നെ 2 ഗിഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റ് ആക്കിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മിഠായെല്ലാം ഇതെല്ലാം കേട്ടോ നമ്മളെ ഇന്നത്തെ താരങ്ങൾ. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കലാണ്. അപ്പം ഇതൊന്നും എൻ്റെ അനിയനെ അറിഞ്ഞിട്ടാണ്. അപ്പം അനിയനെ അറിയാതെ സർപ്രൈസ് കൊടുക്കുകയാണ്. എൻ്റെ മദർസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ അനിയന് മദർസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മദർസിൽ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അന്നെ മദർസിൽ നിന്ന് വന്നിട്ട് മീത ഗവൺമെൻറ്റിനെ തന്നെ ഡെക്കറേഷനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അത്ഭുതപ്പെട്ടു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. അവനെ പറഞ്ഞു നടക്കുന്നുണ്ടായിട്ടോ എൻ്റെ ബർത്ത്ഡേ കഴിക്കണം, എൻ്റെ ഉപ്പ വന്നിട്ടാകുമ്പോൾ ബർത്ത്ഡേ കഴിക്കണം, കേക്ക് മുറിക്കണമെന്ന്. അപ്പോൾ ഉപ്പ വന്നിട്ടാകുമ്പോൾ ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പോസ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവന് വന്ന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് മാറ്റാനുള്ള കുപ്പായം ഞാൻ കൊടുത്തു. അങ്ങനെ കുറച്ച് അവന് ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ നമ്മൾ കേക്ക് മുറിച്ചിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കിയ ചടങ്ങാണ്. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഓനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോയും വീഡിയോയും എടുത്ത് അപ്പോൾ നമുക്ക് തൃപ്തിയാണ്ടേ കുറച്ച് വീഡിയോയും ഫോട്ടോ എല്ലാം കിട്ടാതെ പിന്നെ എന്തിനാ നമ്മളെ ബർത്ത്ഡേ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത്. ഇതാണ് നമ്മളെ ഉപ്പ. അപ്പം നമ്മളെ ഉപ്പ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഉപ്പ നമ്മളെല്ലാം നിന്ന ഫോട്ടോ ആണ്. നമ്മൾ കുറേ ബിസിയെല്ലാം പറഞ്ഞ് കുറച്ച് എല്ലാം ബിസിയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കിയാണ്. ഇനി നമുക്ക് നേരെ കട്ടിങ്ങിൽ പോവാം. കേക്ക് കട്ടിങ്ങാണ്. അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഭയങ്കര അവൻ്റെ ആസെല്ലാം നമ്മൾ തീർത്ത് കൊടുത്തു. ഇതോടെ അവൻ്റെ ആസെല്ലാം തീർത്തിട്ടുണ്ടാവുന്നു അതൊന്നു. അപ്പോൾ കേക്കെല്ലാം മുറിച്ച് അവന് ഉപ്പാൻ്റെ ബായിൽ ഫസ്റ്റ് കൊടുത്തു. പിന്നെ എനിക്കാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് അവൻ്റെ ബായിലും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവന് ഉപ്പാക്ക് കൊടുത്തു, ഉപ്പ അവനക്കും കൊടുത്തു. പിന്നെ ഉപ്പ എനിക്ക് തന്നിട്ടോ. എൻ്റെ ഉമ്മ പറഞ്ഞ് വലിയ കുഞ്ഞിക്കെല്ലാം ബർത്ത്ഡേ ആണെന്നെല്ലാം ചോദിച്ചു. എൻ്റെ മറ്റേ അനിയൻ പറഞ്ഞു എനിക്കും വേണം കേക്ക്, ഉപ്പ എനിക്കും വാങ്ങിട്ടെണ്ണം എന്നിട്ട് ഓനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അനിയനാണ്. എൻ്റെ അനിയന് ഞങ്ങളൊക്കെ ഒന്നും നിൽക്കല്ല. എന്നിട്ട് ഒറ്റക്ക് തന്നെ പോയിട്ട് എനിക്ക് വലിയ കഷ്ണം കേക്ക് വേണം എന്നിട്ട് അവൻ്റെ നിന്ന് വയലിട്ട് വാങ്ങി എന്നിട്ട് നേരെ കൊടുത്തിട്ട് അവൻ കേക്ക് മേടിച്ച് തിന്നു കേട്ടോ. എനിക്ക് കേക്ക് കാണാൻ അത്രയും ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് എന്തെല്ലാം ബിസി പറഞ്ഞതാ എത്ര കേക്ക് തിന്നാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. എങ്ങനെയുണ്ടായിനെ? എനിക്ക് സർപ്രൈസ് ആയിനാ? കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് തിന്നിട്ട് എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറ്റ്, ബ്ലാക്ക്, അടുത്ത് ക്രീം, പിന്നെ അജിനാസിൻ്റെ ഇലക്ട്രോണിക്. അപ്പം ഞാനും ഉപ്പാലും കൂടി കുറച്ച് ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടോ. ഡ്രസ്സും എല്ലാം ആണ്. ഉള്ളിൽ നട്ട്സെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേക്ക് മുറിക്കുന്നത് പിന്നെ നമ്മളെ ബലൂണെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. ബലൂണെല്ലാം ഊരിയെടുക്കുന്നു. ഇനി നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചക്കേക്ക് ചോറും കറിക്ക് വേണ്ടി നമുക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഴി പൊരിച്ചതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണിയെല്ലാം നമ്മളെ മുന്നത്തെ വ്ളോഗിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാതാണെങ്കിൽ അത് കണ്ടു നോക്കട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ നമ്മൾ ബിരിയാണി വെച്ചത്. അപ്പം കാണാതാരാണെങ്കിൽ ഇതൊക്കെ മുന്നത്തെ വ്ളോഗ് നോക്കാം കേട്ടോ. പെരുന്നാളിൻ്റെ വ്ളോഗിൽ നമ്മൾ എല്ലാം
ഇൻക്ലൂഡഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നല്ല ഡീറ്റെയിൽ വീഡിയോ ആണ് ബിരിയാണീൻ്റെ എല്ലാം. അപ്പോൾ നമ്മൾ ഉള്ളിയും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, മസാലയിൽ ഇട്ടിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ ബിരിയാണിയും ബിരിയാണി വെക്കുന്ന കഴിച്ചാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കോഴി പൊരിക്കുന്നത് അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴി പൊരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അതിന് നമുക്ക് കോഴി വേണം, പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക കേട്ടോ. ഓപ്ഷനാണ്, ഉള്ളവർ മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ കോൺഫ്ലവറും കറിച്ചപ്പല, മുട്ട. പിന്നെ അത് മെഷർമെൻറ്റ് ഞാൻ പറയുന്നില്ല. ഇത് പിന്നെ വിനീഗറും ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല. പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ മിക്സ് ആക്കിയ ശേഷം കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് കഴിച്ചു. പിന്നെ നമുക്ക് പൊരിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലാക്കി. പിന്നെ നമ്മൾ ഇനി കച്ചമ്പറാണ് ഉണ്ടാക്കുന്നത്. കച്ചമ്പറ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കേട്ടോ, ഉമ്മാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ അത്ര എടുക്കാൻ പറ്റില്ല. കക്കയ്ക്ക് മുക്കുന്നത് മാത്രമേ കണ്ടിട്ടു. പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, സിർക്ക, നമ്മൾ തൈര് വയ്ക്കല്ല. അതിനിടയിൽ ഇതാ ഒരാൾ നോക്കിയാൽ ഉമ്മനോട് കക്കിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് മുറിക്കുന്ന കണ്ടാലും മെയിൻറ്റ് ഇടയിൽ വന്നിട്ട് മെയിൻ തിന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഫോണായി. അപ്പം നമ്മളെ മസാല, കോഴിൻ്റെ മസാലയും നെയ്ച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ആക്കാം കേട്ടോ. ദമ്മിടാം, ബിരിയാണിക്കുള്ള ദമ്മ്. അങ്ങനെ മസാലയിൽ മല്ലിച്ചപ്പ് ഇടാൻ പറഞ്ഞു. എൻ്റെ മല്ലിച്ചപ്പെല്ലാം ഇട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ദമ്മിടാൻ പോയാണ്. ബിരിയാണീൻ്റെ ദമ്മാണ് ഇടുന്നത്. അപ്പം ദമ്മിട്ടിട്ടെല്ലാം കാണാം കേട്ടോ. ദമ്മിടുന്നത് പിന്നെ ആരോട് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ചോറിട്ടിട്ടായിട്ട് അതിൻ്റെ മുകളിൽ കോഴിൻ്റെ മസാല ഇടലും, എന്നിട്ട് അതിലെ ചോറിട്ടിട്ട് കോഴിൻ്റെ മസാല ഇട്ടിട്ട് ചോറിടാനാണ്. അത് നന്നായി കുറേ സമയം ചൂടാക്കാൻ വെക്കും. പിന്നെ എല്ലാ പ്ലേറ്റിലേക്ക് നമ്മൾ വിളമ്പിട്ടോ സെർവ് ചെയ്യാണ്. കുറേ സമയം ആയതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വിശന്നുകൊണ്ട് ചോറെല്ലാം വിളമ്പിട്ടോ. കുറച്ച് സമയം നമ്മൾ ദമ്മിട്ടിട്ട് വെച്ചിട്ടോ. അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ബിരിയാണി കോഴി പൊരിച്ചതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കച്ചമ്പർ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് വേണ്ടിയിട്ട്. നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും ചോറ് കഴിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഞാനും ചോറെല്ലാം വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് സമയം റെസ്റ്റെല്ലാം ആക്കി കേട്ടോ. കുറേ ഇന്ന് രാവിലെ നല്ല പണിയെല്ലാം ഉണ്ടായതുകൊണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം പായസം ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പിയാണ്. പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ മുന്നത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാതെ അതും കണ്ടു നോക്കാം കേട്ടോ. ഇത് നമ്മൾ പാക്കറ്റ് സേമിയത്തിനോടാണ് ഉണ്ടാക്കുന്നത്. വെർമസെല്ലി നമ്മൾ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനോടാണ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് പഞ്ചസാര, ഏലക്ക, സേമിയ അങ്ങനത്തെയാണ് കാണുന്നത് കേട്ടോ. നല്ലോണം പഞ്ചസാര തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടായ ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പാലൊഴിച്ചിട്ട് നമുക്ക് തിളക്കാൻ വെക്കാം. അങ്ങനെ തിളച്ച് വന്നതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സേമിയയും പഞ്ചസാര എല്ലാം ഒന്നാകിടാണ്ട് നമ്മളെല്ലാം ഒന്നാകെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പാലും സേമിയവും എല്ലാം വെന്ത് തിളച്ച് വരണം. അതിന് ശേഷം നമുക്ക് മൂടടിച്ച ശേഷം നമുക്ക് തണിഞ്ഞ ശേഷമാണ് നമ്മൾ പായസം കുടിക്കുന്നത്. അങ്ങനെ പായസം എല്ലാം റെഡി ആയ ശേഷം നമ്മൾ ഗ്ലാസ്സിലേക്കുള്ള ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പായസമായിരുന്നു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.